ഒരു സാംസ്കാരിക സമ്മേളനമാണ്. സംസ്കാരം എന്ത് എന്ന് ലോകത്തിനെ പഠിപ്പിച്ചത് ഭാരതമാണ്. ഒരു രാജ്യത്തിന് ഒരു ഗ്രന്ഥത്തിന്റെ പേര്, ഒരു ഗ്രന്ഥത്തിന് ഒരു രാജ്യത്തിന്റെ പേര്, അത് ഭാരതത്തിനല്ലാതെ ലോകത്ത് ഒരു രാജ്യത്തിനും ഇല്ല. അമേരിക്ക എന്ന പേരിൽ ഒരു പുസ്തകമില്ല, റഷ്യ എന്ന പേരിൽ പുസ്തകമില്ല, ചൈന എന്ന പേരിൽ പുസ്തകമില്ല, അറേബ്യ എന്ന പേരിൽ പുസ്തകമില്ല. പക്ഷേ ഭാരതം എന്നൊരു രാജ്യം, ഭാരതം എന്നൊരു ഗ്രന്ഥം, മഹാഭാരതം. അപ്പം തന്നെ ഒരു രാജ്യത്തിന് ഗ്രന്ഥത്തിന്റെ പേര് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ സംസ്കാരം എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവും. കൂടാതെ മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായുണ്ടായ കാവ്യം സംസ്കാരത്തിന്റെ അടിക്കല്ലാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ഡു നോട്ട് വ്യൂ ഹിം അണ്ടർ ദ പൊളിറ്റിക്സ്, ഒരിക്കലും നെഹ്റുവിനെ രാഷ്ട്രീയക്കാരനായി കാണരുത്. ഭാരതത്തിന്റെ പാരമ്പര്യമായ ഏറ്റവും വലിയ സ്വത്ത്, വിലമതിക്കാൻ കഴിയാത്ത സ്വത്ത് ഏത് എന്ന് എന്നോട് ചോദിച്ചാൽ ഐ വുഡ് ആൻസർ അൺഹെസിറ്റേറ്റിംഗ്ലി, എതിരില്ലാതെ ഞാൻ പറയുമെന്ന് നെഹ്റു പറഞ്ഞതിന്റെ പിന്നിൽ അടിവരയിടേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. നെഹ്റു നിരീശ്വരവാദിയാണ്. ദൈവമില്ല എന്ന് വിശ്വസിച്ച ആളാണ് ജവഹർലാൽ നെഹ്റു. സോ ലോങ് ആസ് ദിസ് ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഈ സംസ്കൃതവും ഈ സംസ്കാരവും ഈ ഗ്രന്ഥങ്ങളും എത്ര കാലം ഭാരതത്തിലെ ജനങ്ങളെ സ്വാധീനിക്കുമോ അത്ര കാലവും ഈ രാജ്യത്തിന്റെ സംസ്കൃതിയെ വെല്ലാൻ ലോകത്ത് മറ്റൊന്നും ഉടലെടുക്കുകയില്ല എന്ന് സംശയലേശമന്യേ ജവഹർലാൽ നെഹ്റു എഴുതി വെച്ചു. നമ്മുടെ വെച്ചൂർ പശുവിനെയും പച്ചമഞ്ഞളിനെയും വേപ്പിലെയും അമേരിക്കക്കാർ കൊണ്ടുപോയി. ബ്ലഡ് ക്യാൻസറിന് കുത്തിവെക്കുന്ന ഒരു മരുന്നുണ്ട്. ഒരു വയൽ മരുന്ന്, ഒരു ആംബ്യൂൾ മരുന്നിന് എത്രയാ വിലയെന്നോ? 35,000 മുതൽ അങ്ങ് മുകളിലേക്ക് പല ടാക്സും കൂടി 1,00,000 രൂപ വരെ പോകുന്ന മരുന്നാണത്. തരമനുസരിച്ചാണ് അതിന് വിലയിടുന്നവർ. മിനിമം 35,000 രൂപയാണ്. ആ മരുന്ന് അമേരിക്കയിൽ ഉണ്ടാക്കുന്നത് നമ്മുടെ ശവന്നാറി എന്ന ചെടിയിൽ നിന്നാണ്. ശവന്നാറി എന്നൊരു ചെടി പണ്ട് നമ്മൾ മുറ്റത്തൊക്കെ നട്ടിരുന്നു. എല്ലാ ദിവസവും പൂക്കുന്ന ആ ചെടി ഇപ്പൊ കേരളത്തിലെ മുറ്റത്തൊന്നും ഇല്ല. കാലടി ശ്രീശങ്കര സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇനാഗുറേഷൻ ഫംഗ്ഷനിൽ ഒരു ആശംസാ പ്രസംഗം മാത്രമായിരുന്നു ഞാൻ. അവിടെ വെച്ച് ഞാൻ പറഞ്ഞു, ഈ ബോർഡ് തന്നെ അശ്രീകരമാണ്. എന്താ ബോർഡിൽ അശ്രീകരം വന്നത്? ആദിശങ്കരന്റെ പേരെഴുതിയിട്ട് ശ്രീശങ്കര, ഓക്കെ, അത് സമ്മതിച്ചു, അത് ശ്രീകരമാണ്. എന്നാൽ അശ്രീകരം എന്ന് പറയാൻ അതിന്റെ കൂടെ ചേർത്ത് വെച്ച സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി എന്ന പ്രയോഗമാണ്. ആദിശങ്കരൻ ജീവിച്ചിരുന്നെങ്കിൽ യുവമാർക്കെതിരെ കേസ് കൊടുത്തേരെ. എന്ത് സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി, ആദിശങ്കര സംസ്കൃത സർവകലാശാല എന്ന് എഴുതിക്കൂടെ ഇവർക്ക്? അത് ഇംഗ്ലീഷ് ലെറ്ററിൽ എഴുതിക്കൂടെ സംസ്കൃത സർവകലാശാല എന്ന്? എന്ത് യൂണിവേഴ്സിറ്റി? യൂണിയൻ കൊണ്ട് വസ്റ്റായി, അശ്രീകരമായി. അവിടെ യൂണിയൻ കൊണ്ട് വസ്റ്റായപ്പോ യൂണിവേഴ്സിറ്റി തന്നെയായി. അവിടെ IAS-കാരന്റെ താൻപോരികയ്ക്ക് മുമ്പിൽ ആ ഒരു വലിയ സർവകലാശാല തലകുത്തി വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ ജർമ്മനിയിൽ ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ ഉച്ചൈസ്തരം അഭിമാന വിജൃംഭിതനായി ഞാൻ പ്രസംഗിച്ചു. നിങ്ങൾ ദശവാർഷികം ആഘോഷിക്കുന്ന ഈ യൂണിവേഴ്സിറ്റി അടിസ്ഥാനമാക്കിയ സംസ്കൃത ഭാഷ എന്റെ രാജ്യത്തുണ്ടായതാണ്. എന്റെ ഭാരതത്തിന്റെ ഭാഷയാണ് സംസ്കൃതം. ആ ഭാഷയിലാണ് ലോകത്തിൽ ആദ്യത്തെ കാവ്യം പിറന്നത്. മാനിഷാദ പ്രതിഷ്ഠാന്തം അഗമശ്വതീ സമ യത് ക്രൗജമിഥുനാദേവതീം ഏകമവതീം കാമമോഹിതം എന്ന് പറഞ്ഞത് എന്റെ രാജ്യത്തിലാണ്. ആ ഭാഷ ഉൾക്കൊണ്ട ഋഷിമാരാണ് ത്രികാലജ്ഞാനികളായി മാറിയത്. അവർ സന്യാസത്തിലൂടെ, തപസ്സിലൂടെയാണ്. ധിയാ ധ്യാനമാണ് ധ്യാനം, ബുദ്ധി കൊണ്ടുള്ള യാത്ര. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി, യാനം എന്ന് പറഞ്ഞാൽ യാത്ര. യാനപാത്രം എന്ന് പറഞ്ഞാൽ കപ്പലെന്നാണ് അർത്ഥം. അപ്പൊ ധിയാ ധ്യാനം, ബുദ്ധി കൊണ്ടുള്ള യാനം, ബുദ്ധി കൊണ്ടുള്ള യാത്ര, അതാണ് ധ്യാനം. ആ ധ്യാനത്തിലൂടെ അവർ യമനിയമങ്ങൾ പരിശീലിച്ച് സന്യാസസ്തു മഹാഭാഗോ ദുഃഖമാപ്തും അയോഗ്യത യോഗമുക്തോ മുനിർബ്രഹ്മ നചിരേണ അധികച്ചതി എന്ന് ഭഗവത്ഗീത പാടിയത് മാതിരി എല്ലാം ത്യജിച്ച സർവസംഘ പരിത്യാഗികളായ സന്യാസിമാർ ആണ് ഇതെല്ലാം കണ്ടെത്തി നമുക്ക് തന്നത്. ഒറ്റയ്ക്കൊരു പെണ്ണിനെ കാണുമ്പോൾ പുരുഷൻ ചിന്തിക്കേണ്ടത് ഇവളെ എങ്ങനെയും നശിപ്പിക്കാമെന്നല്ല. തനിച്ചൊരു പെണ്ണിനെ കണ്ടാൽ എനിക്കൊരു മകൾ ഇതുപോലുണ്ട്, എന്റെ പെങ്ങളാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധമുണ്ടാകണം മനുഷ്യന്. എങ്കിലേ രാജ്യം ഗതി പിടിക്കൂ. ഇതാണ് ഭാരതീയ സംസ്കാരം പഠിപ്പിച്ചതും. മാതൃവത് പരതാരാണി എന്ന്, മാതൃവത് പരതാരാണി പരദ്രവ്യാണി ലോഷ്ടവത് ആത്മാനി സർവഭൂതാനി യോ പശ്യതി സ പണ്ഡിത. അന്യന്റെ ഭാര്യ അമ്മയെ പോലെ കണക്കാക്കുകയും അന്യന്റെ മുതൽ മൺകട്ട പോലെ കണക്കാക്കുകയും സർവ്വജീവജാലങ്ങൾ തന്നെ പോലെയാണെന്ന് കണക്കാക്കുകയും ചെയ്യുന്നവൻ ആരോ അവനാണ് പണ്ഡിതൻ. എന്നെ എന്റെ ബാപ്പ മനുഷ്യന്റെ ഡോക്ടറാക്കി, എന്റെ അനുജനെ അദ്ദേഹം മൃഗ ഡോക്ടറാക്കി. എന്റെ ബാപ്പ ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു. ഒരുപാട് ഉയർന്നു ചിന്തിക്കുന്ന മനുഷ്യന് ഫോർവേഡാണ്. അതുകൊണ്ടാണ് എന്നെ പ്രമാണവും പുരാണവും ഒക്കെ പഠിക്കാൻ വിട്ടത് അദ്ദേഹമാണ്.
ഒന്നിനും ഒരു ബൗണ്ടറി നിശ്ചയിച്ച് തന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ മഹാമനസ്കതയാണ്. അമ്പലത്തിലും പള്ളിയിലും ക്രിസ്ത്യൻ പള്ളിയിലും പള്ളിക്കൂടത്തിലും എല്ലാം പൊക്കോളാൻ പറഞ്ഞു. മനുഷ്യനായാൽ മാത്രം മതിയെന്ന് എന്റെ ബാപ്പ എന്നെ പഠിപ്പിച്ചു. അപ്പൊ എന്റെ അനുജനെ മൃഗഡോക്ടറാക്കി. അമ്മനെ വെറ്റിനറിക്ക് അഡ്മിഷൻ കിട്ടിയപ്പോ എന്റെ ബാപ്പ എന്നോട് ചോദിച്ചു, ഡാ നിന്നെ ഞാൻ മനുഷ്യന്റെ ഡോക്ടറാക്കി, ഇവനെ ഞാൻ മൃഗഡോക്ടറാക്കി. എന്തിനാന്നറിയാവോ? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, പെട്ടെന്ന് ജോലി കിട്ടാനാന്ന് ചോദിച്ചു. അല്ല, ഇനിയുള്ള കാലഘട്ടത്തിൽ, വരാൻ പോകുന്ന കാലഘട്ടത്തില് ചില മനുഷ്യരുണ്ട്, അവരെ നീ ചികിത്സിച്ചാൽ സോക്കേട് മാറൂല, അവരെ ഇവന്റെ അടുത്തേക്ക് അയക്കണം. പുള്ളിക്കാരൻ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ മരിച്ചിട്ട് 15 കൊല്ലമായി. പറഞ്ഞത് കൃത്യമല്ലേ? മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച മനുഷ്യരാ എന്നുള്ളത്. ചില മനുഷ്യരെ അവന്റെ അടുത്തേക്ക് തന്നെ അയക്കേണ്ടി വരും. അല്ല, ആ പൂന്താനത്തിന്റെ കാര്യം പറഞ്ഞപ്പം വേറൊരു കാര്യം ഓർമ്മ വന്നു. ഒരു 10-15 കൊല്ലം ആയി കാണും തോന്നുന്നു. അന്നത്തെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ഈ പൂന്താനം ഇല്ലത്തിന്റെ വസ്തു കൈക്കലാക്കാൻ വേണ്ടി ഒരു കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ അയാൾ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് എന്താണെന്നറിയാമോ? പൂന്താനം എന്നൊരു കവി ജീവിച്ചിരുന്നിട്ടില്ല, തരക്കേടില്ല. ഇതാണ് ശങ്കരാചാര്യർ പറഞ്ഞു തന്നത്. ജഡിലോ മുഞ്ചി ലുഞ്ചിതകേശം കാഷായാംബര ബഹുകൃതവേഷം പശ്യന്നഭിനജ പശ്യതി മൂടോ ഉദരനിമിത്തം ബഹുകൃതവേഷം. വയറ് നിറയ്ക്കാൻ വേണ്ടി പല വേഷവും കിട്ടും. ഇയാള് പ്രസിഡന്റ് ആയിരുന്നത് അതിനുവേണ്ടിയാ. അപഹരിച്ചെടുക്കാൻ കൊടുത്തിരിക്കുന്ന പൂന്താനം ജനിച്ചിട്ടില്ല എന്ന് പ്രസംഗിച്ചതല്ല, കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു, സത്യവാങ്മൂലം കൊടുത്തു. ഈ വർഗീസ് പുണ്യാളൻ ജീവിച്ചിരുന്നിട്ടില്ല എന്നൊരുത്തം പ്രസംഗിച്ചാൽ അവൻ പിറ്റേന്ന് വീട്ടിൽ കയറുമോ? അവൻ വീട്ടിലെത്തുവോ? നടു റോഡി വെച്ച് അവനെ തല്ലി ശരിപ്പെടുത്തില്ലേ? ഞങ്ങൾ മുസ്ലിങ്ങളുടെ പുണ്യാളന്മാരാരും ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അമ്മയെ കണ്ട് മരിക്കൂല. അപ്പോഴേ ചാടി ഇറങ്ങി അവനെ നാക്ക് ചവിട്ടിപ്പിടാൻ വല്ല വഴിയുണ്ടോ നോക്കും. പൂന്താനം ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും പ്രതികരിച്ചില്ല. പക്ഷെ എനിക്ക് സങ്കടം തോന്നി. ഞാൻ പൂന്താനം ഇല്ലത്തിൽ പോയി, ഇല്ലത്തിനകത്ത് പ്രവേശിപ്പിക്കില്ല, ഇപ്പുറത്തെ ഗ്രൗണ്ടില് 3.5 മണിക്കൂർ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ജ്ഞാനപ്പാനെ അധികരിച്ച് സെമിനാറിൽ പ്രസംഗിച്ച കക്ഷിയാണ്. 3.5 മണിക്കൂർ പറഞ്ഞിട്ട് ഒന്നും ആയില്ല. ജ്ഞാനപ്പാനെ 35,000 മണിക്കൂർ പറഞ്ഞാൽ തീർക്കാൻ പറ്റുമോ? ഇത് കണ്ടിട്ട് എനിക്ക് ബുദ്ധിമുട്ട് തോന്നി. ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റിനെ ഞാൻ പ്രതികരിച്ച് എങ്ങനെയാണെന്നറിയാമോ? ഒരു കത്തയച്ചു, അല്ലാതെ എനിക്കൊന്നും കഴിയുന്നില്ല. ഒരു കത്തിയാക്കി ഞാൻ എഴുതി അയച്ചു. കോടതിയായിട്ട് അപ്ഡേറ്റ് വന്നു പത്രത്തിൽ കണ്ടപ്പോൾ ഞാനേക്ക് ഒരു കത്തെഴുതി. എന്താണെന്നറിയാമോ? ബഹുമാനപ്പെട്ട ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റ് അവർക്ക് പൂന്താനം ജീവിച്ചിരുന്നിട്ടില്ല എന്ന് അങ്ങ് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത ഒരു പത്രത്തിൽ വായിക്കാൻ അറിഞ്ഞു. അപ്പോൾ പിന്നെ ജ്ഞാനപ്പാൻ എഴുതിയത് അങ്ങയുടെ അച്ഛനാണോ എന്നാ എഴുതിയത്. ഞാൻ അത്രേ എഴുതിയുള്ളൂ. താ എന്നാണ് എഴുതേണ്ടത്, അതെന്റെ സംസ്കാരം അനുവദിക്കാത്തതുകൊണ്ട് അച്ഛനാണോ എന്ന് ഞാൻ എഴുതി. അത്രയെങ്കിലും പ്രതികരിക്കണ്ടേ? പൂന്താനം ജീവിച്ചിരുന്നിട്ടില്ല പോലെ ആ പറയുന്ന ചെന്ന് നിന്ന് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന എന്ന് വിളിക്കുമ്പോ അതേ പാടിയ ബാക്കി ഭാഗങ്ങളിലേക്കൊന്ന് കടന്നല്ലേ. കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. ആ വൃഥ എന്നുള്ള അക്ഷരത്തിനാണ് അടിവരയിടേണ്ടത്. വൃഥ മത്സരിക്കുന്നത് എന്തിനാ? അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. വന്ദിതന്മാരെ കാണുന്ന നേരത്തു നിന്നിച്ചത്രേ പറയുന്നിതു ചിലർ. കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വം ഈ വണ്ണം നിൽപ്പൂവെന്നും ചിലർ. ഭഗവാൻ ശ്രീകൃഷ്ണനെ വസുദേവരോടല്ല അറ്റാച്ച്മെന്റ്, യശോദയോടാണ്. യശോദയ്ക്കാണ് വാതുറന്ന് 17-14 ലോകം കാണിച്ചു കൊടുത്തത്. യശോദയാ കണ്ണനെ പിടിച്ച് ഉരലി കെട്ടിയിട്ട്. യേശുവിന് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ആകെ കന്യാമറിയമ്മനോട് മാത്രമാണ്. മാതാവിനോട് മാത്രമേ അറ്റാച്ച്മെന്റ് ഉള്ളൂ. നബി തിരുമേനിയുടെ പിതാവും മാതാവും ചെറുപ്പത്തിലെ മരിച്ചുപോയി. ഒരു ദിവസം പോലും, ഒരു പ്രാവശ്യം പോലും പിതാവിന്റെ ശവകുടീരം സന്ദർശിക്കാൻ പോയിട്ടില്ല. മാതാവിന്റെ ശവകുടീരത്തിൽ അടിക്കടി പോയി പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുമായിരുന്നു. അമ്മ എന്ന സാന്ദ്ര സത്യം, അമ്മ എന്ന ദേവത, അവളും പെണ്ണ, അന്യതും പെണ്ണ. അറിയുമോ? ചക്കുളത്തുകാവിൽ നാരീപൂജ നടത്തുന്ന കൊച്ചു പെൺകുട്ടികളെ വെച്ച് നടത്താറുണ്ട്. അവളെ അപ്പോൾ വിളിക്കുന്നത് അമ്മയെന്നാണ്. അതാണ് ഭാരതം പഠിപ്പിച്ച സംസ്കാരം. അമ്മ ആരാന്നാ വിചാരിക്കുന്നത്? പ്രിയപ്പെട്ട ഗാനഗന്ധർവന്റെ ഗാനം തന്നില്ലേ? അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ. അപ്പൊ അങ്ങനെ അതാ. അപ്പൊ ആദ്യത്തെ ഡ്രൈവർ ആരെന്ന് ചോദിച്ചാൽ പാർത്ഥൻ എന്ന് പറഞ്ഞാൽ അർജുനൻ. പാർത്ഥൻ സഞ്ചരിച്ച തേര് തെളിച്ചൊരു ഡ്രൈവറുണ്ട്, പാർത്ഥസാരഥി. ആരാ പാർത്ഥസാരഥി? ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ലോകത്തിൽ ആദ്യത്തെ ഡ്രൈവർ.